ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു മിന്ത്ര ക്ലോത്തിങ് ഹോളാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു മീഷോ ആൻഡ് ഫ്ലിപ്കാർട്ട് ഹോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ഇതും ഒരു മിക്സ്ഡ് അപ്പ് ക്ലോത്തിങ് ഹോളാണ്, അല്ലാണ്ട് ഇന്നത് കുർത്തീസ് മാത്രം അല്ലെങ്കിൽ ഡ്രസ്സസ് മാത്രം അങ്ങനെയല്ല, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് ഹോളാണ്. ഒട്ടും താമസിക്കേണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് വന്നിട്ട് നമുക്കൊരു ഷർട്ട് കാണാം. ഷേ ബൈ സസഫ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു സാറ്റിൻ ബ്ലാക്ക് ഷർട്ടാണ് കേട്ടോ. നല്ല ഒരു സാറ്റിൻ, നല്ലൊരു ഗ്ലോസി മെറ്റീരിയലാണ്. ഒരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ, ഒരു നൈറ്റ് പാർട്ടി വെയർ, ഒരു ഈവനിങ് പാർട്ടി വെയറിനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ഷർട്ടാണിത്. ഇതിൻ്റെ കൂടെ ഒരു നല്ലൊരു സ്കേർട്ടൊക്കെ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് സസഫ്രാസിൻ്റെ. ബ്രാൻഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഞാൻ അവരുടെ ഒരുപാട് വേറെയും സാധനങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലൈക്ക് ഡ്രസ്സസ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവരുടെ. അപ്പം സസഫ്രാസിൻ്റെ ബ്രാൻഡിൽ വരുന്ന ഒരു സാറ്റിൻ ഷർട്ടാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇത് ഞാനൊന്ന് വാഷ് ചെയ്തതാണ്. തവണ പ്രാവശ്യം ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും ഇല്ലാത്ത സൂപ്പർ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങുമ്പോൾ 749 ആണ്. ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇപ്പോഴത്തെ കറണ്ട് റേറ്റും ഞാൻ വാങ്ങിയപ്പോൾ ഉള്ള റേറ്റും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യത്തെ പർച്ചേസ് വന്നിട്ട് ഈ ഒരു അടിപൊളി സാറ്റിൻ ഡ്രസ്സാണ് കേട്ടോ. സൂപ്പർ ഡ്രസ്സാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇനി നമുക്ക് ഇനി ഒരു മാക്സി ഡ്രസ്സ് കാണാം. ഒരു എത്തനിക് വിയർ ആയിട്ടുള്ള മാക്സി ഡ്രസ്സ് കാണാം. അത് വിശുദ്ധ്, അതും ഒരു ബ്രാൻഡാണ്. വിശുദ്ധ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു റോയൽ അല്ല, ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ടൈ ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഇലാസ്റ്റിക് ഒന്നുമില്ല. മേ ബി ഇത് ഇവിടെ തന്നെ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്ത് ടൈ ചെയ്യാവുന്നതാണ്. നല്ല ഒരു ഡീപ്പ് വീനൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളത് പ്യുവർ കോട്ടണിൽ വരുന്നത്. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു ഫ്ലെയർ ഒക്കെ ഉള്ള ഒരു ടൈപ്പ് മാക്സി ഡ്രസ്സാണ്. മീഡിയം ആണ് ഞാൻ സൈസ് വന്നേക്കുന്നത്. ഇത് ഞാൻ വാങ്ങുന്ന ടൈമിൽ 1200 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേഞ്ച് വന്നിട്ട്. ഇപ്പോഴും ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ മിന്ത്രയിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ്. അതേപോലെ ഈവൻ ദോ കോട്ടൺ ആണെങ്കിൽ പോലും തീരെ കളർ ഇളകുക അങ്ങനെയൊന്നുമില്ല. നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പർച്ചേസ് വന്നിട്ട്. മൂന്നാമത്തെ പർച്ചേസ് വന്നിട്ട് ഒരു ജീനാണ് കേട്ടോ. ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ റോഡ്സ്റ്ററിൻ്റെ ഒരു ജീനാണ്. ഒരു ലൈറ്റ് ബ്ലൂ പാറ്റേണിൽ വന്നേക്കുന്നത്. ഇത് ഹൈ വേസ്റ്റ് അല്ല, മിഡ് റൈസ് ആണ് കേട്ടോ. ഭയങ്കര ഹൈ വേസ്റ്റ് ആയിട്ട് ഇടാനൊന്നും പറ്റത്തില്ല, പക്ഷെ നല്ലൊരു ജീനാണ്, അടിപൊളി ജീനാണ്. റോഡ്സ്റ്ററിൻ്റെ ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്, സ്ട്രെച്ചബിൾ ആണ്, മിഡ് റൈസ് ആണ്, ഹൈ വേസ്റ്റ് അല്ല. ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിന് 400 ആൻഡ് സംതിങ് ആയിരുന്നു റേറ്റ് വന്നിട്ട്. ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണ്. സ്ട്രെച്ചിങ് ആയത് മെറ്റീരിയൽ നല്ല സ്ട്രെച്ചിങ് ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഇറുകി ടൈറ്റായിട്ട് ഇരിക്കത്തൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലിൽ വരുന്ന ഒരു ബ്ലൂ കളർ ജീനാണ് കേട്ടോ. അടുത്തതും നമ്മളൊരു ജീൻ തന്നെയാണ് കാണാൻ പോകുന്നത്. അത് പക്ഷേ ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞൊരു ഡ്രസ്ബറീൻ്റെ ഒരു ജീനാണ് കേട്ടോ. ഡ്രസ്ബറീൻ്റെ ഇത് ഒരു ഹൈ വേസ്റ്റ് ആയിട്ടുള്ള ജീനാണ്. ഇതിൻ്റെ ബോത്ത് നീല് റിബ്ഡ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ നീ ഭാഗത്ത് വന്നിട്ട് റിബ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അതേപോലെ താഴെയും സെയിം റിബ്ഡ് പാറ്റേൺ ആണ് കേട്ടോ. ഞാൻ കീറിയതൊന്നുമല്ല, ഇത് ആദ്യം ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് കറൻ്റ്ലി അൺഅവൈലബിൾ ആണ്. ഞാൻ വാങ്ങുമ്പോൾ 400-500 റേഞ്ചിലായിരുന്നു റേറ്റ്, പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന 1000 സംതിങ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് റേറ്റ് എപ്പോഴും ഹൈ ആയിരിക്കും, അതുകൊണ്ടായിരിക്കണം. ഇത് എന്തായാലും ഒരു 500 to 700 ഉള്ളിൽ ഞാൻ പർച്ചേസ് ചെയ്തൊരു ജീനാണ്. ഒരു നരച്ച ലുക്കില്ലേ, അത് ഓൾറെഡി അങ്ങനെ ഉള്ളതാണ് കേട്ടോ, അല്ലാണ്ട് കളർ പോയതോ കാര്യങ്ങളോ ഒന്നുമല്ല. സൂപ്പറാണ്. ഇതിൻ്റെയൊക്കെ ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം. ഇൻ കേസ് അതില്ലെങ്കിൽ മിന്ത്രയിലുള്ള ഫോട്ടോ എങ്കിലും ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഡ്രസ്ബറീൻ്റെ ജീൻ വന്നിട്ട്. അടുത്തതും ഒരു ജീനാണ്. അതൊരു ഗ്രേ ജീനാണ് കേട്ടോ. അത് ബ്രാൻഡ് നോക്കിയിട്ടേ പറയുള്ളൂ. ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഗ്രേ കളർ ഒരു ജീനാണ്. ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്.
ഇതിൻ്റെ ഫ്രണ്ട് ക്ലോഷർ വന്നിട്ട് സൈഡിലേക്കാണ്. ഇവിടെ സിബൊന്നുമില്ല, സൈഡിലേക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെ ബട്ടൺ ക്ലോഷറാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റൈലിഷാണ്. ഇത് ഹൈ വേസ്റ്റ് ആണ്, അത്യാവശ്യം നല്ല ഹൈ വേസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ടോപ്പൊക്കെ ഇട്ട് പെയർ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല മെറ്റീരിയലാണ്, സ്ട്രെച്ചബിൾ ആണ്, സൂപ്പർ ക്വാളിറ്റിയാണ്. ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 700 and something ആയിരുന്നു കേട്ടോ. സൂപ്പർ അടിപൊളി. എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. ഭയങ്കര മുറുക്കി ഇറുകി പിടിക്കുന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് കംഫർട്ടബിളായി ഇടാൻ പറ്റിയൊരു ജീനാണ് കേട്ടോ. ഇതാണ് നമുക്ക് അടുത്ത പർച്ചേസ് വന്നിട്ട്. സൂപ്പർ സാധനമാണ് കേട്ടോ, അടിപൊളിയാണ്. ഇനി അടുത്തത് ഞാനൊരു കോഡ് സെറ്റ് കാണിച്ചു തരാം. അതും ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സോളിഡ് ബ്ലാക്കിൽ വരുന്നൊരു കോഡ് സെറ്റാണ്. ഇത് അതിൻ്റെ ടോപ്പാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പും ഒരു ലൂസ് പാൻറ്റുമാണ്. ക്രോപ്പ് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്, പക്ഷേ ഇതിൻ്റെ ബാക്ക് കണ്ടോ, അടിപൊളി, ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് വരുന്നത്, ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെ. സൂപ്പറാണ്. ഇത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബനിയൻ ക്ലോത്ത് എന്ന് പറയില്ലേ, ആ ഒരു മെറ്റീരിയലാണെന്ന് തോന്നുന്നു. ഇതാണ് കളർ പോവാത്തൊരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അതിൻ്റെ കൂടെ വരുന്നത് ലൂസ് പാൻറ്റ്, ഒരു പലാസോ ലൂസ് പാൻറ്റാണ്. വിത്ത് പോക്കറ്റ്സ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ പാൻറ്റ് വരുന്നത്. നല്ല മെറ്റീരിയലാണ്. ഇതും നല്ല ഹൈലി സ്ട്രെച്ചബിൾ ആണ്, സൂപ്പർ കംഫർട്ടബിൾ. ഇപ്പോൾ നമ്മളൊരു എയർപോർട്ട് ലുക്കിനാണെങ്കിൽ, ഒരു ട്രെയിനിൽ പോകാനൊക്കെ ആണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതൊന്നെങ്കിൽ നമുക്കൊരു ജാക്കറ്റിൻ്റെ കൂടെ പെയർ ചെയ്യാം, അതല്ല അല്ലാണ്ടിടാൻ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ അല്ലാണ്ടിടാവുന്നതാണ്. ഇത് ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 430 ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ മിന്ത്രയിലെ ഒരു സെയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ബിഗ് ബില്യൺ സെയിലോ അങ്ങനെ എന്തോ ഒരു സെയിൽ മിന്ത്രയിൽ വന്നപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പം ആയിരുന്നു റേറ്റ് വന്നിട്ട് 400 and something. ഇതിൻ്റെ കറണ്ട് റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പർച്ചേസ് വന്നിട്ട്. സൂപ്പറായിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് കേട്ടോ, സൂപ്പറാണ്. അടുത്ത ഞാനൊരു സ്കേർട്ട് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ സ്കേർട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ താവി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് താവി, അതോ ടാവി ആണെന്ന് എനിക്കറിയില്ല. ആ ബ്രാൻഡിൻ്റെ സ്കേർട്ടിൻ്റെ കളക്ഷൻ വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ അവരുടെ കലംകാരി റേഞ്ചിൽ വരുന്ന ഒരു സ്കേർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു മാക്സി സ്കേർട്ടാണ്. സൂപ്പർ കംഫർട്ടബിൾ ഡ്രസ്സ്. ഇതിൽ ഒരു ഫ്രണ്ട് സ്ലിറ്റൊക്കെ വരുന്നുണ്ട്. ഇത്രയും സ്ലിറ്റാണ് കേട്ടോ. അതായത് നമ്മുടെ നീൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് സ്ലിറ്റാണ്. നല്ലൊരു എലഗൻ ലുക്ക് തരും. ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ടോപ്പ്, ഒരു സ്ലീവ്ലെസ് ബ്ലാക്ക്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച മറ്റേ സസാഫ്രാസിൻ്റെ ഷർട്ടൊക്കെ അടിപൊളിയായിട്ട് ഇതിൻ്റെ കൂടെ പോയിട്ടോ. നല്ല കലംകാരി പ്രിൻറ്റിൽ വരുന്നൊരു കോട്ടൺ ആണ്. കളറൊന്നും തീരെ ഇളകത്തില്ല. സൂപ്പറായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അടിപൊളി ഒരു സ്കേർട്ടാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങുമ്പോൾ 485 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ് വന്നിട്ട്. ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മിന്ത്ര ഷോപ്പിംഗ് ഹാളിൻ്റെ ലാസ്റ്റത്തെ പർച്ചേസാണ്. അതൊരു പിനാഫോ ഡ്രസ്സാണ്. പിനാഫോ ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡങ്കിരി പോലെ ഉണ്ടാവും, പക്ഷെ താഴേക്ക് സ്കേർട്ട് മോഡലായിരിക്കും. അതാണ് പിനാഫോ. പെറ്റിക്കോട്ട് ഉടുക്കുന്നൊക്കെ പോലത്തെ. ഇതും ടോക്കിയോ ടോക്കീസിൻ്റെയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഷേബായി സസഫ്രാസിനെ പറഞ്ഞ പോലെ ടോക്കിയോ ടോക്കീസിൻ്റെയൊക്കെ ഡ്രസ്സസൊക്കെ അടിപൊളിയാണ്. ജീനാണെങ്കിലും അതെ, നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവർക്ക്. ഇതവരുടെ ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്നൊരു പിനാഫോറാണ്. പോക്കറ്റ് ഉണ്ട് രണ്ട് സൈഡിലും. പിന്നെ ചെറിയ രീതിയിലൊരു ഫ്രണ്ട് സ്ലിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ലൂസാക്കാനും ടൈറ്റാക്കാനും ഒക്കെ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ പെയർ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ആഡ് ചെയ്തേക്കാം കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. കൈൻഡ് ഓഫ് ഡെനിമാണ്, പെർഫെക്റ്റ് ഫുൾ ഡെനിമല്ല, മിക്സാണ്. പക്ഷെ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു അടിപൊളി ഒരു പിനാഫോ ഡ്രസ്സാണ് ഇത് വന്നിട്ട്. മസ്റ്റാർഡ് യെല്ലോ ആണ് ഇതിൻ്റെ കളർ വന്നിട്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് 563 ആയിരുന്നു. ഐ തിങ്ക് ഇപ്പോഴും 563 ആയിരിക്കും. മീഡിയം ആണ് കേട്ടോ. എന്നിട്ട് സൈഡ് കുറച്ച് ഞാൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ട് ഇവിടെ, പോക്കറ്റ് പോവാത്ത രീതിയിൽ. അപ്പോൾ ഇതാണ് പിനാഫോ ഡ്രസ്സ് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച എല്ലാ ഡ്രസ്സിൻ്റെയും ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻ കേസ് ഏതിൻ്റെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ സെർച്ച് കോഡെങ്കിലും ഞാൻ കൊടുത്തേക്കാം.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.